നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനുള്ളിൽ ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അമ്മ അനുഭവിച്ചു. അമ്മയെപ്പോലൊരു പാവത്തിന് ജയിലിൽ താങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. എന്താ ഇത്? ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും ഒരുപാട് മുകളില ഇപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനം. മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. പിന്നെന്തിനാ മാപ്പ് ചോദിക്കുന്നത്? ആ, നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദർശനെ, നിങ്ങളാരും ഒരു കുറ്റവും പറയേണ്ട കാര്യമില്ല. ജയിലിൽ പോകാനുള്ള തീരുമാനം എന്റേത് മാത്രമായിരുന്നു. ആദ്യം ദർശന പോലും അത് സമ്മതിച്ചില്ല. ഒടുവിൽ ഒരുപാട് ഞാൻ നിർബന്ധിച്ചിട്ടാ ദർശന അതിന് സമ്മതിച്ചത്. മരുമകളെ ന്യായീകരിക്കാൻ അമ്മായിയമ്മയ്ക്ക് എന്തൊരു തിടുക്കം. അവളാരും കുറ്റം പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടിയാ ഞാനത് ചെയ്തത്. ഇല്ലെങ്കിൽ ദർശനയുടെ IPS എന്ന സ്വപ്നം സാധിക്കാൻ കഴിയാതെ വന്നേനെ. ഇനിയിപ്പോ അതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങി. ജയിലിൽ നിങ്ങൾ പറയുന്നത്ര കഷ്ടപ്പാടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അവിടെ കിടക്കുന്നവരിൽ കൂടുതലും പാവങ്ങളാ. അതിന് ഏട്ടത്തി മുമ്പ് ജയിലിൽ പോയിട്ടില്ലല്ലോ. ഇല്ല, പോയിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായി. നിനക്കത് മനസ്സിലാവണമെങ്കിലേ നീ കുറച്ചു നാള് ജയിലിൽ പോയി കിടന്നാ മതി. അയ്യോ, എനിക്ക് അങ്ങനെ മനസ്സിലാക്കണ്ടേ. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാ മാത്രം മതി. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. എന്റെ മുറിയിൽ ആ ഫോൺ കൊണ്ടുവച്ചത് ആരായാലും അവര് ജയിലിൽ പോവും. അല്ല, അത് പിന്നെ അങ്ങനെ തന്നെ വേണം. ഈ വീട്ടിൽ വെച്ച് നിന്നെ ചതിച്ചത് ആരായാലും അവര് ജയിലിൽ തന്നെ പോണം. ദർശന എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ ഈ വീട്ടിലെ എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞത് ഇപ്പോഴാ. സത്യം പറഞ്ഞ ചേച്ചിയില്ലാതെ ഇവിടെ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? ചേച്ചി ഇവിടെ ഇല്ലാത്ത ഓരോ ദിവസവും ഓരോ വർഷം പോലെ കടന്നുപോയത്. നിങ്ങൾക്കെല്ലാം എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എന്നാ ഇന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. എത്ര ദിവസമായി അമ്മയുടെ കൂടെ ഇരുന്ന് ഒരു ഉരുള ചോറ് കഴിച്ചിട്ട്. ഞങ്ങൾ പോയി എല്ലാം എടുത്തു വെക്കാം. എടുത്തി വരൂ. ശരി, നിങ്ങൾ ചെല്ലേ, ഞാൻ ഇപ്പൊ വരാം. വരഞ്ഞിനി. നന്നായി മോളെ, നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു. നീ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന്റെ ഫലം ദൈവം നിനക്ക് തരും. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി ഞാൻ അമ്മയെ ജയിലിലേക്കൊന്നും വിടില്ല. മിന്നൽ രാജുവിനെ കൊന്ന യഥാർത്ഥ കുറ്റവാളിയായിരിക്കും ഇനി ജയിലിൽ പോവാൻ പോകുന്നത്. ചേച്ചി കഴിക്കാം. നിങ്ങൾ ചെല്ലേ, ഞാൻ വരാം. വരാം. അമ്മയ്ക്ക് ജാമ്യം കിട്ടിയപ്പോ തന്നെ യഥാർത്ഥ കുറ്റവാളിയുടെ നെഞ്ചെടുപ്പ് കൂടിക്കാണും. അമ്മയെ രക്ഷപ്പെടുത്താനുള്ള തെളിവുകൾ ഉടനെ എന്റെ കയ്യിൽ കിട്ടും. അതിനുള്ള ശ്രമത്തിലാ ഞാൻ. നോക്ക്, എനിക്ക് നിന്നെ വിശ്വാസമാണ്. നീ വിചാരിക്കുന്നതെല്ലാം നടക്കും. അമ്മേ, വാ കഴിക്കാം. അമ്മേ, ഇന്നലെ മുതൽ അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിരാഹാരവ്രതം ഇരിക്കുകയായിരുന്നു. അമ്മ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂന്ന് എന്റെ പ്രതിജ്ഞയായിരുന്നു. ഭഗവാനെ, എന്റെ അമ്മയെ പുറത്തു കൊണ്ടുവരാൻ
നീ എന്നെ സഹായിക്കണേ. അതിനുവേണ്ടി അമ്മ ഇറങ്ങുന്നത് വരെ ഞാൻ വ്രതം എടുത്തോളാം. നീ ഞങ്ങളെ കൈവിടരുത്. അപ്പോ ദർശനയും വ്രതം എടുത്തായിരുന്നോ? അതെ, ഞാൻ രൂപേഷ് ചേട്ടനോട് മനഃപൂർവ്വം പറയാതിരുന്നതാ. ഞാനും ദർശനോട് പറയാതിരുന്നതാ. എന്ത്? ഇന്നലെ മുതല് ഞാനും നിരാഹാര വ്രതത്തിലായിരുന്നു. ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ചോട്ടൂനും താക്കോലിനും ഈ രഹസ്യം അറിയാം. പിന്നെ മറ്റുള്ളവർക്കും അറിയാം. ദർശനയോട് പറയരുതെന്ന് അവരോട് ഞാനാ പറഞ്ഞത്. മോനെ, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റാത്ത നീ എങ്ങനെയാ ഇന്നലെ മുതൽ ഇതുവരെ നിരാഹാരം ഇരുന്നത്? അമ്മയ്ക്ക് വേണ്ടി ഞാൻ സഹിച്ചിരുന്നമ്മേ. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം അമ്മയ്ക്ക് മനസ്സിലായി. പരസ്പരം അറിയാതെയാണെങ്കിലും രണ്ടുപേരും എനിക്ക് വേണ്ടി വ്രതം എടുത്തല്ലോ. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേർക്കും അമ്മ ചോറ് വാരിത്തന്ന് വ്രതം അവസാനിപ്പിക്കാം. എന്താ? ഗിരിജെ, അടുക്കള പായസം കൂടി ഇങ്ങ് എടുത്തോണ്ട് വാ. ചെല്. ഇത്രയും ദിവസം അവൾക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടും അവളോട് തന്നെ അവർക്ക് കാര്യം. അവളുടെ IPS ഒന്ന് തകരാൻ ഞാൻ എത്ര നേർച്ച നേർന്നു. ഒന്നും ഫലിക്കാത്ത എന്താ എന്റെ ദൈവമേ. ദർശന തരുന്ന കൈക്കൂലിയൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കൈക്കൂലിക്ക് ഒരു വിലയുമില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ. കോടതിയിൽ കേസ് വരട്ടെ, അപ്പൊ കാണാം. എന്താ സ്പെഷ്യൽ? അതൊന്നെടുത്തേ. അതെ, ആഹാരം കഴിക്കുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. രണ്ടുപേരുടെ നിരാഹാര വ്രതം അവസാനിപ്പിക്കണം. ഓ, ഇവര് രണ്ടുപേരും ഇന്നലെ മുതൽ എനിക്ക് വേണ്ടി നിരാഹാര വ്രതം ഇരിക്കുകയായിരുന്നു. ദാ, തൽക്കാലം ഇത് കുടിച്ച് നിരാഹാര വ്രതം അവസാനിപ്പിക്കണം. ഇനി അമ്മ ചോറ് വാരിത്തരാം.